സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ മുതലക്കോടം മുത്തപ്പന്റെ തിരുനാൾ. മറ്റത്തിൽ മുത്തിയെ കാത്ത് വലിയൊരു സങ്കടം വരാനിരിപ്പുണ്ടായിരുന്നു. തന്റെ തണലായിരുന്ന ഭർത്താവ് അകാലത്തിൽ മരിച്ചതോടെ ആ പൃഥ്വി തീർത്തും ഏകാഗിയായി. തമിഴ്നാട്ടിലേക്ക് തടികൾ കയറ്റി അയച്ചിരുന്ന 40 ആനകൾ ഉണ്ടായിരുന്ന വലിയൊരു വ്യാപാര സാമ്രാജ്യം അവർക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ടി വന്നു. ഇതിനിടയിലാണ് കുന്നിലേടത്തെ ഇടപ്രഭുവിൽ നിന്നും അവർക്ക് ഭീഷണി ഉയരുന്നത്. പള്ളിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന ആ പ്രഭുവിന്റെ ഭാര്യയാകാൻ മുത്തിക്ക് ഒട്ടും സമ്മതമായിരുന്നില്ല. ആളയച്ചും സന്ദേശം കൈമാറിയും ഭീഷണി കടുത്തപ്പോൾ ഒടുവിൽ തന്റെ മാനം കാക്കാൻ അവർക്ക് ആ നാട് വിടേണ്ടി വന്നു. തന്നെ പിടികൂടാൻ വരുന്ന ഭടന്മാർ നാണയം പെറുക്കി സമയം കളയാനായി പള്ളിമുറ്റം മുതൽ സ്വർണ്ണ നാണയങ്ങൾ വിതറിക്കൊണ്ടാണ് ആ രാത്രി ദാസിമാരോടൊപ്പം അവർ യാത്രയായത്. എന്നാൽ അന്ന് പടിയിറങ്ങും മുമ്പ് താൻ പടുത്തുയർത്തിയ പള്ളിയുടെ ഭാവിക്കായി മുത്തി ഒരു കാര്യം ചെയ്തിരുന്നു. പള്ളിക്ക് ഇല്ലിവാതിലും കൊള്ളിവിളക്കുമാകുന്ന കൊടിയ ദാരിദ്ര്യത്തിന്റെ കാലം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി അവർ കുരിശിൻ ചുവട്ടിൽ ഒരു വാർപ്പിൽ സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചിട്ടിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ പണിക്ക് വന്ന മൺപണിക്കാർ കൂലി പോലും വാങ്ങാതെ പാതിരാത്രി കടന്നു കളഞ്ഞതും കനകപ്പൊടിയുള്ള ഭരണികൾ